വെൽക്കം ബാക്ക് ടു സുജിത് കുമാർസ് യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനുഷ്ക അഗൈൻ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പൊട്ടിക്കാൻ പോകുന്ന ഒരു സ്മാർട്ടീന്നായിരുന്നു. ദി സ്മാർട്ട് ഇറ്റ്സ് സ്പോൺസർഡ് ഫോർ മീ കടൽ ക്ലൗഡ്. താങ്ക് യു കടൽ ക്ലൗഡ്. അതിലൊരു ചേച്ചിയുണ്ട്. താങ്ക് യു ചേച്ചി. ദിസ് ഇസ് ഡൈ കട്ട് സ്മാർട്ട്. We are going to open it. Let's open it now. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഡൈ കട്ട് സ്മാർട്ട്. ഡൈ കട്ട് സ്മാർട്ട്. അപ്പം നിങ്ങളത് ഉറപ്പായിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. നമ്മൾ ഉറപ്പായിട്ടും വാങ്ങേണ്ടതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ഓപ്പണിങ്. എൻ്റെ ക്യാമറാമാനിനും കൂടെ ഉള്ള സാധനങ്ങളാണിത്. ക്യാമറ ഗേൾ എന്ന് നെയിമില്ല. സോറി, വുമണാണ്. സോറി, ലേഡിയാണ്. സോറി, എൻ്റെ അനിയത്തിയാണ്. അതിനോട് ബാക്കി എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഗേസ് ഇത്ര കുറച്ച് സാധനം, ജസ്റ്റ് 500 രൂപ ബഡ്ജറ്റ്. പിന്നെ നമുക്ക് ശമ്പളം, അച്ഛൻ്റെ ശമ്പളം കിട്ടിയിട്ട് നമുക്ക് 1000 രൂപയ്ക്ക് വാങ്ങാം. ഫസ്റ്റ് ഏതാ കാണിക്കാൻ പോണ എൻ്റെ സ്റ്റിക്കി നോട്ട്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളർ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചല്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഗൈസ് വാ, എൻ്റെ അനീത്തിയും കൂടെ വരും. അനീത്തി വാ വാ വാ. ഇങ്ങോ ഇപ്പുറത്ത് ഷൂട്ട് ചെയ്യണ്ട്. അവിടെ ഷൂട്ടിങ് മാസ്റ്ററാണ് ഗൈസ് അനിയത്തി. ഗൈസ് ഇത് പൊട്ടിച്ചിട്ട് തിരിച്ചാലും കൊടുക്കണം. ഇതേപടി വയ്ക്കണം ഗൈസ്. നിങ്ങൾക്ക് റിട്ടേൺ കൊടുക്കാൻ അറിയാമോ? ഇല്ല വല്ല സാധനങ്ങളും. അയ്യോ നടക്കാൻ പറ്റത്തില്ല. അയ്യോ ഇതെല്ലാം കൂടെ ഇനി അങ്ങനെ അപ്പൊ ഗൈസ് ലെറ്റ്സ് സ്റ്റിക്ക് ഗൈസ്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഗൈസ്. ഈ കവറൊന്നും കളയാൻ പാടില്ല. കവർ നമുക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, നോക്കിയാ ഒരെണ്ണം മതിയാ, വേറെ നോട്ടണ്ടേ? ഇതകത്തേക്ക് അടുത്ത സാധനം. ഇത് നിങ്ങൾക്ക് സസ്പെൻസ് ആയിട്ടായിരിക്കും ഞാൻ പൊട്ടിക്കണം. ഇത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്കറിയാം. അപ്പൊ ഗൈസ് ഇത് ഞാൻ സെക്കൻഡ് ലാസ്റ്റ് പൊട്ടിക്കുന്നു. ഇത് ഞാൻ തേർഡ് ലാസ്റ്റ് പൊട്ടിക്കും. അടുത്ത ലാസ്റ്റ് പൊട്ടിക്കും. ലാസ്റ്റ് പൊട്ടിക്കുന്ന സമയം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതായിരിക്കും അടുത്തത്. ഇതെന്താന്ന് ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയാം? ദിസ് ഈസ് മെക്കാനിക്കൽ പെൻസിൽ. എഴുതി നോക്കാം. ഇതാണ് ബുക്ക്. ഇത് ഒരെണ്ണം എൻ്റെ അനിയനും ഒരെണ്ണം എൻ്റെ അനിയത്തിക്കും. എനിക്ക് വേണ്ട, എനിക്ക് പെൻസിലൊക്കെ വേണ്ടാത്തത്. നമുക്ക് വേറൊരു സാധനങ്ങളും വാങ്ങിച്ചിട്ടില്ല. ഈ മിക്ക സാധനങ്ങളും അനുഷ്ഠിക്ക് തന്നെ ഇതായിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ട്. നമുക്കിവിടെ ഒരു ഷാർപ്പനർ ഉണ്ട് ഗൈസ്. ആ മിനി ഷാർപ്പനർ ഇളക്കിയിട്ട് ഷാർപ്പൻ ചെയ്യാനുണ്ട്. ഓക്കെ, അടുത്ത ഗൈസ് പൊട്ടിക്കും. അടുത്ത പൊട്ടിക്കും. സമാധാനപ്പെട് ഗൈസ്. ഇത് കൊറിയനിൽ വന്നതാണെന്ന് തോന്നുന്നത്. കൊറിയൻ്റെ കുറേ ഭാഷകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഫ്രണ്ട്സ്, ആ കടൽ ക്ലൗഡിലെ ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ടാ, ഇവിടെ ഇവിടുന്ന് വരുന്ന ഒരു ഐറ്റം ആണെന്ന് പറഞ്ഞത്. എനിക്കറിഞ്ഞൂടെ. ഇത് ഞാൻ ഇത്ര സാധനങ്ങളല്ലേ ഉള്ളൂ, വേറെ എന്തോ സാധനം. ഇതാണ് മറ്റേ യൂണിക്കോൺ റീസർ. ഗൈസ് പൊട്ടിക്കണം. ഇത് ലാസ്റ്റ് പൊട്ടിക്കും. ഇത് കഴിഞ്ഞിട്ട്
ഗൈസ് ഇതൊന്നും പൊട്ടിക്കണില്ല ഗൈസ്, ചുമ്മാ കളയുക. അല്ല എനിക്കിത് പൊട്ടിക്കുമ്പോ ഈ ബ്ലേഡ് എനിക്ക് കിട്ടി ഗൈസ്, ഈ ബ്ലേഡ് എനിക്ക് കിട്ടി. ക്യൂട്ടാ നോക്ക്. എനിക്ക് സ്കൂളിൽ കൊണ്ടുപോയി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനം ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി ടീച്ചർ ലൈറ്റ് ആക്കി തരും. ഗൈസ് എന്റെ ബാക്കിൽ നിന്ന് ട്രോളുന്നു. നീ കടൽ ക്ലൗഡിലെ ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ് പറയാം. താങ്ക് യു കടൽ ക്ലൗഡ് ചേച്ചി. ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ്. അപ്പൊ പരിചയമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഉമ്മ കൊടുക്കും അല്ലേ? എനിക്ക് ചേച്ചി അറിയാം. എങ്ങനെയാ പരിചയം? യൂട്യൂബ്. ചേച്ചി ഡിഗ്രിക്ക് പഠിക്കുവാണ്. കത്തി, ചോര കുത്താനുള്ള കത്തി. ഗൈസ് ഞാൻ എൻ്റെ അമ്മ എന്താ അടുത്തത്? ഇതൊക്കെ പറ്റും. അയ്യോ പറക്കാൻ പറ്റില്ല. ഇളക്കണം, പൊട്ടിക്കരുത്. അല്ല ഇത് ബ്ലേഡ് കട്ടറാണ്. കട്ടാ ഇതാക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എടുത്ത് ഡസ്റ്റ്ബിൻ ഇടുക. ഇതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത സാധനം നമുക്ക് പൊട്ടിക്കാം. എന്തുവാ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഞാനപ്പോ പേനൽ എഴുതിയിട്ട് കറക്റ്റ് ടൈപ്പ് ടെസ്റ്റ്. ഞാൻ കറക്റ്റ് ടൈപ്പ് തന്നെ ആദ്യമായിട്ടാണ് തൊടുന്നത് പോലും, ഞാൻ കാണുന്നത് പോലും അത് കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മെക്കാനിക്കൽ ടൈപ്പ് ഉണ്ടായിരുന്നു ഗൈസ്. ആദ്യം കറക്റ്റ് ടൈപ്പ്, ഇപ്പം മെക്കാനിക്കൽ ടൈപ്പ്. ഫ്രണ്ട്സ് ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഇത് പറഞ്ഞ് നാക്കെടുത്ത് അകത്തിട്ടതേ ഉള്ളു. അച്ഛൻ്റെ വണ്ടി വന്ന്, അപ്പോൾ അച്ഛൻ്റെ വണ്ടി വന്നപ്പം അച്ഛൻ്റെ വണ്ടിക്ക് കിട്ടുന്ന ദിവസമായിരുന്നു. ഞാൻ ബുക്ക് കാണാൻ പോയതാണ്. അപ്പോൾ ഈ സാധനം അതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. ഇത് ഈ ഹലോ ഒന്ന്, ഈ ഹലോ ഇന്ന് അടിച്ചിട്ട്, ഹലോ അടിച്ചിട്ടാ ഗൈസ്, ഹലോ അടിച്ചിട്ട് ഗൈസ്. ഹലോ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ചക്രം പോലെ ആയിട്ടുണ്ട്. ചക്രമാണ്. ഞാൻ ഒരു കാര്യം കളിച്ചിരുന്നു ഗൈസ്, ഞങ്ങൾ തൊലിച്ച് കളഞ്ഞ ഗൈസ്. ഇതിനെക്കാട്ടി നല്ലത് മറ്റേ പേനയാണ് ഗൈസ്. ഇത് ചുരണ്ടി ചുരണ്ടി കളയാൻ പറ്റുന്ന സാധനം, ചുരണ്ടി. ബട്ട് നമ്മളെ കവായി ഗേൾസിനും ഇതാ ഞാൻ നോക്കട്ടെ. ഇത് ഒരുപാടുണ്ട് ഗൈസ്, ഒരുപാടുണ്ടാകും. ഞാൻ എൻ്റെ റഫ്ലറ്റി മാത്രമേ യൂസ് ചെയ്യൂ. അയ്യോ മറ്റേ ഇതാണ് മാറ്റേക്കാം. ആ ബുക്ക് ചെയ്താ അത് യൂസ് ചെയ്യാൻ പാടില്ല. നോക്കട്ടെ. നമ്മുടെ ഇത് കോമ്പ് മിറർ അങ്ങനത്തെ ഒരു സംഭവമാണ്. ആദ്യം നമുക്ക് കണ്ട ഇത് കവറ്, ഇത് കോമ്പ്, പിന്നെ ഒരു മിററും ഉണ്ട് ഗൈസ്. മിററുണ്ട്. ഇനി ഈ കോമ്പിൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടപ്പെടും ഗൈസ്. മുടിയൊക്കെ ചെയ്യും. പിന്നെ കോമ്പുവിന് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓ അതിന്റെ കൂടെ കണ്ണാടി ഉണ്ടായിരുന്നു. ഞാൻ നോക്കി, ഇത് ഏകദേശം ഒരു സാധനം പോലെ, ഇതൊരു ചീപ്പോ ഒരു കണ്ണാടി. പിന്നെ പ്രത്യേകം ഒരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ആ സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിത് ഏത് ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ട് ഏത് സാധനമാണെന്ന് എനിക്ക് സാൻഡ്രിയ ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. എല്ലാം എൻ്റെ തരും കേട്ടോ, പൊട്ടിച്ചിട്ടും എൻ്റെ തരും തോന്നുന്നു. അത് ലാസ്റ്റ് പൊട്ടിക്കുന്നില്ല ഗൈസ്. വിഷമം തോന്നുന്നു ഗൈസ്, വിഷമം തോന്നുന്നു ഗൈസ് ചേച്ചിക്കത് പൊട്ടിക്കുമ്പോൾ. ആ കത്തി പൊട്ടിക്കരുത്, അതിനാണ് ഏറ്റവും കൂടുതൽ വില. അടുത്ത പെൻസിലുണ്ട്, ഇത് വെച്ചിട്ട് പെൻസിലോടെ ഇത് ഇന്ന് തന്നെ ടെസ്റ്റ് ചെയ്യണം ഗൈസ്.
പെൻസിൽ ഇല്ലേ പെൻസിൽ ഇല്ലാന്ന് ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ല ഇതെങ്ങനെ ആർക്കെങ്കിലും ഇത് അയ്യോ പൊട്ടിച്ച് ഇല്ല ഗൈസ് ഇല്ല ഓക്കെ താങ്ക്സ് നിങ്ങൾ അല്ല നിങ്ങൾക്കൊക്കെ ആണല്ലോ നിങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്നും ആവശ്യമില്ല ഗൈസ് ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കുട്ടി വരച്ചൊരു ബുക്ക് അതിന് തന്നെ തരത്തില്ല ഗൈസ് പൊട്ടിച്ചതുപോലെ നിങ്ങൾ അറിഞ്ഞു ഞാൻ അപ്പുറത്തെ മുറിയിലായിരുന്നു ഇപ്പം അടുത്ത സസ്പെൻസ് പൊട്ടിക്കാൻ പോകണം നമ്മുടെ സസ്പെൻസ് അത് നമ്മളെ ക്യൂട്ട് പോക്കറ്റ് കൊണ്ടുവരും ഗൈസ് ഈ ക്യൂട്ടായിട്ടുള്ള സാധനം എനിക്ക് തരില്ല ഗൈസ് മറ്റേ പൊട്ടിച്ചളിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എനിക്ക് തരുന്നു ഗൈസ് ചുമ്മാ ഗൈസ് ഗൈസ് ഇത് ഞാൻ ഇത്ര നാളായിട്ടൊന്നും പറയാത്ത എന്തുകൊണ്ട് ആണെന്ന് തോന്നുന്ന ആണ് ഗൈസ് സാൻഡ്രിയ ക്യാരക്ടറാണ് ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം കണ്ണിൽ കരി എഴുതുന്നവർ ആ ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഇപ്പൊ കാണിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ആ മറ്റേ ഗൈസ് കരി എഴുതണവരെ ആ കുറോമിയുടെ കൊമ്പാണ് ഗൈസ് എനിക്ക് കുറോമിയുടെ കിട്ടി ഞാൻ പൊട്ടിക്കേ കണ്ടാ ഗൈസ് ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം പോലും എനിക്ക് തരും ഇത് ഞാൻ കാത്തിരുന്ന് വാങ്ങിയ സാധനം ഇതൊന്നും അല്ലേ കാത്തിരുന്ന് വാങ്ങിച്ചല്ലേ എനിക്ക് കുറോമി ടിഷ്യൂ എടുത്തിട്ട് ഗൈസ് ചമ്മി ചേച്ചി ഗൈസ് ഇത് ഏത് സ്ഥലത്തോണ്ട് ഇട്ടിരുന്നത് അത് മാത്രമല്ല ഗൈസ് അതിന്റെ പാതി നമുക്ക് കിട്ടിയുള്ളൂ ബാക്കി എവിടെയോ കൊണ്ട് കളഞ്ഞു ഗൈസ് അങ്ങനെയാണ് ആണോ പക്ഷേ നമുക്കിത് ലാഭം ഉണ്ടായിരുന്ന ഇതിൻ്റെ അകത്തൊരു കണ്ണാടി ഉണ്ടായിരുന്നു നമ്മൾ വെറുതെയാണ് വാങ്ങിച്ചത് എനിക്കറിയായിരുന്നു ഗൈസ് അതിൽ കണ്ണാടി ഉണ്ടായിരുന്നു ചുമ്മാ മനപ്പൂർവ്വത്തിന് പൈസ വാങ്ങാൻ വേണ്ടി വാങ്ങിച്ചു അല്ല ഗൈസ് എനിക്ക് ഈ ഫങ്ഷനും അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ എല്ലാവരും മിനിമം എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്കൂളിൽ ഇത് കൊണ്ടുപോയി ഷോ കാണിക്കാറുള്ളതാണ് ഞാൻ എന്തായാലും ഷോ ഒന്നും കാണിക്കാൻ പോകില്ല ഇതെവിടെയും ഫങ്ഷൻ ഇത് നമ്മുടെ ഒരു പാത്രം പോലെയാണ് ഇത് മിററൊന്നുമില്ല പിന്നെ ഒരു പാത്രം എടുത്ത് നോക്കിയാൽ പോരെ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ഗൈസ് ക്യൂട്ട് കുറുമി ചേച്ചി ഇതുപോലെ ഇരുന്നാൽ പോളായിരുന്നു പിന്നെ ബാക്ക്ഗ്രൗണ്ടും കണ്ടു ഗൈസ് അപ്പൊ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളിത് ആരെങ്കിലും കാണുവാണെങ്കിൽ അടുത്ത സസ്പെൻസ് പൊട്ടിക്കൂ അടുത്തുണ്ട് എന്തുണ്ട് തീർന്നു ഇത്രേ ഉള്ളു അപ്പൊ ഡൈക്കട്ട് മാർക്കിന്റെ ഇതെടുത്തോളൂ ഇത് കയ്യിൽ വരച്ച എങ്ങനെ ഇരിക്കും ഗൈസ് കയ്യിൽ പറ്റൂല ഗൈസ് കയ്യിൽ വരച്ചാൽ പറ്റൂല ഗൈസ് കണ്ടോ കയ്യിൽ വരച്ച ഗൈസ് അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് കാണാം അപ്പം ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയേക്കണം ഗൈസ് ഡൈക്കട്ട് സ്മാർട്ട് താങ്ക് യു ഫോർ ദിസ് ഇനി ഞാൻ ഓൺലൈൻ പർച്ചേസിങ് ആയിരിക്കും ഞാൻ വലിയൊരു കുട്ടിയായിട്ട് ഞാൻ കാൽക്കുലേറ്ററാണ് എനിക്കൊക്കെ എല്ലാവരും വാങ്ങിയിട്ടുണ്ടായില്ലോ കാൽക്കുലേറ്റർ റെയിൻബോ കാൽക്കുലേറ്റർ എനിക്കത് വാങ്ങണം വലിയതാവട്ടെ പൊട്ടേന്ന് വീരട്ടെ ഇതൊരു മിറർ കോമ്പ് ഇത് എന്തോന്നു നമ്മളെ കറക്ഷൻ ടേപ്പ് അത് അവിടെ അങ്ങ് ഒട്ടിച്ച് വെക്കല്ലേ ആ തിരിച്ച് ഉപയോഗിക്ക് നേരെ ഉപയോഗിക്കാനും പറഞ്ഞൂടാ ഇതാണ് ഗൈസ് കറക്ഷൻ ടേപ്പ് കൊള്ളാം ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് പക്ഷെ അത് തൊലിച്ചാൽ ഇറങ്ങി വരും അതെ തൊലിച്ചിളകി വരും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇത് റേസർ ഇത് മെക്കാനിക്കൽ പെൻസിൽ ഇത് ബ്ലേഡ് എൻ്റെ മമ്മ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ ബ്ലേഡ് എടുത്ത് യൂസ് ചെയ്യാം കുട്ടികളുടെ ബ്ലേഡ് ഒന്നുമല്ല ഗൈസ് ഇതുപോലത്തെ വല്ല ചെറിയ ബ്ലേഡ് ഉപയോഗിക്കരുത് ഒരു വലിയ കത്തി ഒന്നും ഉപയോഗിക്കാൻ നിൽക്കരുത് ഒരു ചെറിയൊരു സിസേഴ്സ് വാങ്ങിച്ച് വിട്ടു വെച്ചാൽ മതി എന്തിനാണ് ഇതുപോലെയൊക്കെ വാങ്ങിച്ച് ഇതുപോലെ ഓപ്പൺ ചെയ്യണ്ടേ സാധാ ബ്ലേഡ് വരുന്ന നേരത്ത് അതിൽ 1 2 3 4 5 6 ബ്ലേഡേ ഉള്ളൂ ഗൈസ്
അതെ ഗൈസ് 6 ബ്ലേഡേ ഉള്ളൂ ഗൈസ്, ചമ്മിപ്പോയി. പക്ഷെ ഞാൻ ഇത് അത്രയ്ക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് ഫോർ ഓപ്പണിങ്, മറ്റേ ബ്ലേഡ് ക്രാഫ്റ്റിങ്. പക്ഷെ ഞാൻ മറ്റേ ബ്ലേഡ് എടുത്തിരിക്കുന്നു ഗൈസ്. എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ അത് പീലാവുമ്പോൾ ഒരു Oh my സാറ്റിസ്ഫാക്ഷൻ. guys. അപ്പം നിങ്ങൾക്ക് ഡൈക്കറ്റ് സ്മാർട്ടിൽ ഇത് വാടാനപ്പള്ളി ചാവക്കാട്, തൃശ്ശൂർ എന്നാണ് ഗൈസ്. Guys, എനിക്ക് ഇത് കണ്ടിട്ട് ഒരു കട്ട ഇരിക്കണ പോലെ. KL ഇന്ത്യ. ഇതൊരു കട്ട ഇരിക്കണ പോലെ സ്റ്റിക്കി നോട്ട്സ് മിനി പ്ലാൻ ഓരാൾ സീരിയസ്. ഇത് കണ്ടിട്ട് ഒരു കട്ട ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ പൊളിച്ചൊളിച്ച് ഓരോ കത്തി 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 നശിപ്പിച്ച് ഗൈസ്, നശിപ്പിച്ച്. താഴെ കളയരുതെന്നാണ് അഡ്രസ്സ് കിട്ടിയാണ്. പിന്നെന്ത് ചെയ്യാൻ പോണു? പ്രിൻറ്റിലും യൂസ് ചെയ്യാം ഗൈസ്. നമ്മുടെ കറക്ഷൻ ടേപ്പും എല്ലാത്തിനും യൂസ് ചെയ്യാം. പക്ഷെ ഇത് പ്രിൻറ്റിൽ യൂസ് ചെയ്യാം, കയ്യിലാവൂല. പിന്നെ ഇതുപോലെ സേഫായിട്ട് വെക്കാൻ പറ്റും. അത് മാത്രമല്ല ഗൈസ്, പീൽ ചെയ്യാനും പറ്റും നമുക്ക്. ഇതുപോലെ ചുരണ്ടി 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 ഗൈസ് നമ്മൾ കാണിച്ചു തരാം. പക്ഷേ അഡ്രസ്സ് വെട്ടിയിരിക്കുകയാണ്. എനിക്കിത് ഏതൊക്കെ അഡ്രസ്സ് ഒന്നും വെട്ടണം ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ വായിച്ചു തരാം. അത്രയും വായിച്ചു കൊടുക്കുക ചേച്ചി. ഇതാണ് ഗൈസ് അവരയച്ചു തന്നത് നമുക്ക് ഫ്രം ഡൈക്കറ്റ് സ്മാർട്ടും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് നമുക്ക് അയച്ചത്. അപ്പൊ ഗൈസ് താങ്ക് യു ഡൈക്കറ്റ് സ്മാർട്ട് ആൻഡ് താങ്ക് യു കടൽ ക്ലൗഡ്. ചേച്ചിയുടെ പേര് ചേച്ചി കടൽ ക്ലൗഡിലെ ചേച്ചിക്ക് ചേച്ചിയുടെ പേരൊന്ന് ചേച്ചി കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കണേ. അപ്പം താങ്ക് യു ഡൈക്കറ്റ് സ്മാർട്ട് ഫോർ സ്പോൺസറിങ് മീ ദിസ് മച്ച് തിങ്സ്. ഐ വിൽ ഓൾസോ ബൈ more items. When I get money my own, I will buy 100 items. Okay? അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതുപോലെ നമ്മളിങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാതെ ചെയ്തെങ്കിൽ ഇങ്ങനെ പൊടിച്ച് കളയും ഗൈസ്. വെറും എളുപ്പം ഇങ്ങനെ ആക്കിയാൽ മതി. നമ്മളതങ്ങനെയാണ്. ഇനി നിങ്ങളത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങളും ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുക, ഇതൊക്കെ കിട്ടും. പക്ഷേ ഇതുപോലെ നിങ്ങൾ കോപ്രായം കാണിക്കാതൊന്നും വാങ്ങിക്കാം. പക്ഷേ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറയട്ടെ ഗൈസ്. ഇപ്പം ടീച്ചർ പറയുന്നു ഇതെടുത്ത് എഴുതാൻ, എന്നിട്ട് അയ്യോ ഇതായിരുന്നു തെറ്റിച്ച് അത് നമ്മൾ കറക്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു സോറി നേരത്തെ ആയിരുന്നു, അപ്പം അത് ചുരണ്ടി കളഞ്ഞാൽ പോരെ. യെസ് ഗൈസ്, മറ്റേതാണെങ്കിൽ നമ്മൾ പിന്നെയും പുറത്തൂടെ എഴുതേണ്ടി വരും. പക്ഷെ ഇത് കുഴപ്പമില്ല ഗൈസ്. ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പേന കൊണ്ട് എഴുതുമ്പോൾ പേന വൈറ്റ്നർ യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ യൂസ് ചെയ്ത് ഒരു മല ഉണ്ടാക്കും നമ്മൾ. എന്നിട്ട് നോട്ട്ബുക്ക് നിരമണം അടയ്ക്കാൻ പോലും പറ്റും. ഒരു കാര്യം പറ. ഹായ് അതല്ല ഹലോ എന്ന് പറ. ഹലോ ഗൈസ്, ഇതാണ് ചേച്ചി. ഞാൻ ആദ്യം ഹായ് എന്നാണ് എഴുതിയത്. അപ്പോൾ ചേച്ചി അത് കറക്ഷൻ ടേപ്പിട്ട് വെട്ടി ഹലോ ഞാൻ ഹലോ എന്ന് എഴുതിയപ്പോൾ ചേച്ചി ഹലോ എന്ന് എഴുതാൻ വിചാരിച്ചു. തിരിച്ചു പിടി. ഒന്നും കൂടെ നോക്ക്. ഹായ് ചേച്ചി വെട്ടി, ഹലോ ഒക്കെ പോയി. ഹായ് ചേച്ചി വെട്ടി. ചോറിൻ്റെ കളയാതെ മൊത്തം. ഹായ് ചേച്ചി വെട്ടി, എന്നിട്ട് ഹലോ എന്ന് എഴുതും. ഹലോ ഞാൻ ഹലോ എന്ന് എഴുതുമ്പോൾ ചേച്ചി ഹായ് എഴുതി. ഹായ് അതല്ല ഹലോ എന്ന് പറ. അതല്ല ഹലോ, വീണ്ടും ഹായ് എന്ന് പറ. ഹായ് അല്ല സോറി, ഹായ് ആണ് എഴുതി. സോറി. പക്ഷെ ഒരു കാര്യമുണ്ട് ഗൈസ്, വേറൊരു സാധനം പറഞ്ഞാൽ അതിൻ്റെ പുറത്തൂടെ എഴുതാൻ പറ്റുമെന്ന് ആദ്യം നോക്കും. അതിൻ്റെ പുറത്തൂടെ എഴുതാൻ പറ്റും. റിവ്യൂവിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. എഴുതട്ടെ. ഇതാണെങ്കിൽ നമുക്ക് അഡ്രസ്സൊക്കെ കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഒരു ഫ്രണ്ട്സ്, ഞാൻ ഇത് കുറോമയുടെ ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് പോകുമ്പം എന്തായാലും നിങ്ങൾക്ക് എടുക്കുന്നത്.
കൊള്ളാം ഗൈസ്, പുറത്തൂടെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. പുറത്തോടെ എഴുതാൻ പറ്റുന്നുണ്ട്. എൻ്റെ മമ്മിക്ക് ഇതെന്തായാലും ഇഷ്ടം. ഫ്രണ്ട്സ്, ഇതെന്ന് പറഞ്ഞാൽ ഒരു ടേപ്പിൻ്റെ പുറത്താണ് ഈ ഒരു വൈറ്റ്നർ പ്ലേസ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ ചെയ്യുമ്പം ഈ ടേപ്പ് അകത്ത് കയറിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഞാൻ ഇങ്ങനെ വരച്ച് കളിച്ചതിൻ്റെ പുറത്തൂടെ ഇത് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? അതൊന്നും വരുന്നില്ല ഗൈസ്. എന്തോ ടേപ്പ് പോലത്തെ സംഭവമുണ്ട്. കുറച്ച് സമാധാനപ്പെടും. ഇതൊന്ന് ഗോൾഡ് നിബ. ഗൈസ്, നിങ്ങൾക്കൊരു ചെറിയ ഡോട്ട് കാണാമോ? ചെറിയ ഡോട്ട് കാണാമോ? കാണാമോ ഗൈസ്? കാണാമോ? ഒരു കുത്തു പോലെ. നിങ്ങൾക്ക് അടുത്ത് വെച്ച് കാണിച്ചെങ്കിൽ കാണിച്ചാൽ ഒരു കുത്ത് കണ്ടല്ലോ നിങ്ങൾ. കാണാമോ? ലൈറ്റിലൊന്ന് വെള്ളയാക്കട്ടെ. ഓഫ് ചെയ്യാം എന്നിട്ട് കാണിച്ചു. കാണാമോ ഗൈസ്? എനിക്ക് ക്യാമറയ്ക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് ഗൈസ്. ഒന്ന് തുടക്കട്ടെ. ഒരു ചെറിയ ബ്ലൂ ആണ് കേട്ടോ. എവിടെ? ചെറിയ ബ്ലൂ ആണ്. കാണാമോ ഗൈസ്? കാണാം. കണ്ട? ഇനി ഞാൻ വീണ്ടും ഒന്ന് വരയ്ക്കാൻ പോകാം. കണ്ടല്ലോ അല്ലേ? ഒന്നുകൂടെ കണ്ടോ? ഇത് ഭയങ്കര ക്ലിയർ ആണ്, പക്ഷേ ഇത്തിരി ആയിട്ട് കാണാം. കയ്യിൽ വരില്ല ഗൈസ്. കയ്യിൽ ചെറുതായിട്ടേ വരുള്ളൂ. പേപ്പർ വരണ പോലെ വരില്ല. ഇപ്പൊ ഇനി കാണാമോ? അതെന്താ ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഗൈസ്. കണ്ടോ ഒരു ടേപ്പ്? ഇത് കറക്ഷൻ ടേപ്പും മറ്റേത് ടേപ്പുമാണ് ഗൈസ്. രണ്ട് സ്പ്രിംഗ്. ഇതിന്റെ അകത്ത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ബ്ലൂ ഡോട്ട് കാണാം. നോക്ക്, ആ ടേപ്പ് ഉണ്ട്. വേണ്ട, ആ എണ്ണമയം കണ്ട. പക്ഷെ ഒരു കാര്യമാണ് ഗൈസ്, ഈ ടേപ്പ് വരത്ത് ആ ടേപ്പ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി വൈറ്റ്നർ യൂസ് ചെയ്യാൻ പറ്റൂല ഗൈസ്. കയ്യിൽ വരുത്തുന്നുണ്ട്. കയ്യിൽ വന്നു ഗൈസ്. പിന്നെ കയ്യിൽ പിന്നീട് വന്നു ഗൈസ്. കുറച്ച് മുമ്പ് ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. അത് നമ്മൾ യൂസ് ചെയ്ത് ഗൈസ്, പക്ഷെ ഇത് വേസ്റ്റ് ചെയ്ത ടേപ്പ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. ടേപ്പ് ഓൺലൈൻ വാങ്ങാൻ പറ്റും തോന്നുന്നു. ഓൺലൈൻ വാങ്ങാൻ, പക്ഷേ അതിനെക്കാട്ടി നല്ലത് വൈറ്റ്നറാണ്. നോക്കണേ ഗൈസ്, അതിന് മെക്കാനിക്ക് നോക്കണേ. ഇതാ നോക്ക് ഗൈസ്, ഇതിന് മെക്കാനിക്ക് അങ്ങനെ കണ്ടോ? കാണാമോ ഇത്? കാണാം. ആ ഗൈസ്, അതിൻ്റെ മെക്കാനിക്ക് ആക്കണേ. ഇത് വരുന്നില്ലല്ലോ. അപ്പോൾ ഗൈസ്, ഇതോടെ നമ്മൾ അവസാനിക്കാൻ പോകണം. കണ്ടോ? വരുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോ കാണാം. കാരണം എൻ്റെ അച്ഛൻ്റെ ഫോൺ ചാർജ് തീരാറായി. അതുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഇതോടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ് ഗൈസ്. അപ്പം നിങ്ങൾ മറക്കാതെ ദൈക്കച്ച് മാർക്കിന്ന് കവായി സ്റ്റഫ്സും സാൻഡ്രിയോ സ്റ്റഫ്സും എല്ലാം വാങ്ങാൻ മറക്കല്ലേ. അപ്പം ഇതോടെ നമുക്ക് അവസാനിക്കാൻ പോവാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. ബൈ.